ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ മുസാമ്പി? നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുസാമ്പി? കേരളത്തിലെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് മുസാമ്പി. ഇത് ജ്യൂസിന് ഉപയോഗിക്കും. ജ്യൂസ് അടിക്കാൻ നല്ലതാണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് മുസാമ്പിയിൽ. നല്ല ഇഷ്ടംപോലെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് മുസാമ്പി ജ്യൂസ്. ക്ഷീണമെല്ലാം അകറ്റും. കണ്ടോ, ഞങ്ങളൊരു മുസാമ്പി മേടിച്ച് നട്ടാണ്. 6 മാസമായുള്ളൂ നട്ടിട്ട്. ഇപ്പോൾ നിറയെ നല്ലപോലെ കായ്ച്ചു. കൊണ്ടോ, കുറേ നാൾ അനങ്ങാതെ നിന്ന് തളിര് പോലും വന്നില്ലേ. അപ്പം ഞങ്ങൾ ഓർത്തിന് കേടാകുമോയെന്ന് അങ്ങനെ നോക്കിയിരുന്നു. അപ്പം പെട്ടെന്ന് അതാ പൂവും കായും ഒക്കെ വന്നു. ആ കൂടെ തളിരും വന്നു. കണ്ടോ, ചെറിയ മുസാമ്പിയാണ്. 6 മാസമായുള്ളൂ നട്ടിട്ട്. കണ്ടോ, കണ്ടോ, പൂ കഴിഞ്ഞ് കായായി. ചാണകപ്പൊടിയൊക്കെ ഇട്ടു. പിന്നെ ജൈവ സ്ലറി ഒഴിക്കുന്നുണ്ട്, പച്ചക്കറി വേസ്റ്റിൻ്റെ. അത് ഒരാഴ്ച കൂടുമ്പോഴും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒഴിക്കും. കടലപ്പിണ്ണാക്കിടും ഇടയ്ക്കിടയ്ക്ക്. ഫിഷാമിനോ സ്പ്രേ ചെയ്യും. കണ്ടോ, തീരെ ചെറുതാണ്. 6 മാസം മുമ്പ് ഒരു ചെറിയ തൈ മേടിച്ചാണ്. ഇത് നല്ല പഴുത്ത് മഞ്ഞപ്പഴമാകുമ്പോൾ ജ്യൂസ് അടിച്ച് കഴിക്കാൻ നല്ലതാണ്. ആദ്യം ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ട് ഇവിടെ തന്നെ നട്ട്, ഈ സ്ഥലത്ത് തന്നെ. അപ്പോൾ അത് 2-3 പൂവൊക്കെ വന്ന് അത് കഴിഞ്ഞ് കായ്ച്ചില്ല, പിന്നെ കേടായിപ്പോയി. ഇപ്പോൾ പിന്നെയും ഞങ്ങൾ മേടിച്ച് നട്ടു. മുസാമ്പി നല്ലതാണല്ലോ, വേനക്കൊക്കെ ജ്യൂസ് കഴിക്കാമല്ലോ എന്നോർത്ത് അങ്ങനെ മേടിച്ച് നട്ടു. ഇത് 6 മാസം കഴിഞ്ഞപ്പോൾ നല്ലപോലെ കായായി. കുറേ കായുണ്ട്. ചെറുപ്പത്തിലെ കായ്ച്ചു കേട്ടോ. ഇത് നോക്കാൻ ഇത്രയും തൈയായിരുന്നപ്പം മേടിച്ചാണ്. ഇത് മേടിച്ച് നട്ടപ്പത്തെ പോട്ടാണ് കേട്ടോ. നല്ല പച്ചപ്പായിട്ട് നിന്നാ. ചെറുതായിരുന്നു, 6 മാസമായി. ഇപ്പം ഒരു കേടും ഒന്നുമില്ലായിരുന്നു, ഒരു പുഴുക്കുത്തും ഹോളും ഒന്നുമില്ലായിരുന്നു. ഇങ്ങനെ മുസാമ്പി പിടിച്ചു. കേരളത്തിലെ കാലാവസ്ഥയിലും പിടിക്കുന്നല്ലേ. നിറയെ പൂവുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഉടനെ പൂവൊന്നും പൊഴിഞ്ഞില്ല, കായും ഉണ്ടായി കേട്ടോ. നല്ല കായായി. ഇനിയിപ്പം പൊഴിഞ്ഞു പോകയില്ലെന്ന് തോന്നുന്നു. എല്ലാ ശിഖരത്തിലും ഉണ്ട്. ഇത് നിലത്താണ് നട്ടേക്കുന്നത്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ? Thank you so much.